Jesus Christ was born on Christmas Day. The man will live forevermore because of Christmas Day. ആരോടണ്ട ഞാൻ നിർത്തി ആ ക്രിസ്മസിന്റെ മൂഡിലേക്ക് വന്ന് പറയാണ്ട് പാടിപ്പോയതാണ്. അപ്പം എല്ലാവർക്കും ലിസ്ബി കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ക്രിസ്മസിൻ്റെ അടുത്തെത്തി നമ്മൾ. അപ്പോൾ ക്രിസ്മസിന് നമുക്കൊരു പ്ലം കേക്ക് ഇല്ലാണ്ട് എന്താഘോഷം? അത് വെറും പ്ലം കേക്ക് അല്ല, ഒരു റിച്ച് ഫ്രൂട്ട് പ്ലം കേക്ക്. അതാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ പ്രിപ്പറേഷൻ എന്ന് നോക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. അപ്പോൾ പ്ലം കേക്ക് ഉണ്ടാക്കാൻ നമുക്ക് ഏറ്റവും ആദ്യം തന്നെ ആവശ്യമുള്ളത് നമ്മൾ കാരമൽ സിറപ്പ് ഉണ്ടാക്കലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് 3/4 കപ്പ് ഷുഗർ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കാരമലൈസ് ചെയ്യണം. അപ്പോൾ അതിന് നമ്മളൊരു കിലോ കേക്കിനുള്ള അളവാണ് നമ്മൾ പറയാൻ പോണത്. അപ്പോൾ നമുക്ക് കാരമലൈസ് ചെയ്യാം. ആദ്യം തന്നെ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഈ സമയത്ത് നമുക്ക് സ്പൂൺ കൊണ്ട് തൊടേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഹാൻഡിലുള്ളതാണെങ്കിൽ നമുക്കൊന്ന് പതുക്കെ ഒന്ന് സ്പേൾ ചെയ്ത് കൊടുത്താൽ മതി. ചെറുതായിട്ട് ഉരുക്കി തുടങ്ങിയിട്ട് അപ്പോൾ നമ്മളിങ്ങനെ മാത്രം ചെയ്ത് കൊടുത്താൽ മതി. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അതിൻ്റെ ഉരുകി തുടങ്ങുമ്പോൾ നമുക്ക് പതുക്കെ സ്പൂൺ കൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട്. ഇതിൽ നിന്ന് ഡാർക്ക് ബ്രൗൺ ആവണം. അതിൻ്റെ ഒരു ചോക്ലേറ്റ് ബ്രൗൺ കളറായിട്ടൊന്ന് സ്മോക്കി ആയിട്ട് വരുമ്പോഴാണ് നമ്മളിതിൽ 1/4 കപ്പ് വെള്ളം ഒഴിക്കേണ്ടത്. ഈ കളറും പോരാ, ഒന്നും കൂടി ഉണ്ടാക്കാം. അത് ചൂടുവെള്ളം ആയിക്കഴിഞ്ഞാൽ ഒന്നുകൂടി നമ്മൾ ആ ഒഴിക്കുന്ന സമയത്ത് ആ പൊട്ടി തെറിക്കുന്നത് ഒന്ന് കുറയും. വന്നിട്ടുണ്ട്. ഇത് നമ്മളൊരു 10 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്നുകൂടി ഡാർക്ക് ആയതിനു ശേഷം ഒന്ന് സ്മോക്കി ആയിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് അതിലേക്ക് പതുക്കെ നീങ്ങി നിന്നിട്ട് വേണം ഈ വെള്ളം ഒഴിക്കാൻ. ഇനി നമുക്കിത് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചിട്ട് ഒരു 30 സെക്കൻഡ് ഒന്ന് തിളപ്പിച്ചാൽ മതി. എന്നിട്ട് അത് കൂളാവാൻ വയ്ക്കും. അപ്പോൾ കളർ കണ്ടോ, അതെ ഇങ്ങനെയുള്ള കളർ വേണം നമുക്ക് കിട്ടാം. അപ്പോൾ ഈ കൺസിസ്റ്റൻസി മതി. ഒരു 30 സെക്കൻഡ് കൂടി നമ്മൾ വെള്ളം ഒഴിച്ചതിന് ശേഷം തിളപ്പിച്ചു. ഇനി നമ്മൾ കൂളാവാൻ വയ്ക്കും. അപ്പോൾ നമ്മൾ 2 കപ്പ് ഓൾ പർപ്പസ് ഫ്ലവർ അല്ലെങ്കിൽ മൈദ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇത് നമുക്ക് രണ്ടും കൂടി അരിച്ചെടുക്കണം. ഞാനിവിടെ ഒരു അരിപ്പ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ മൈദ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇത് രണ്ടും കൂടിയിട്ട് നന്നായിട്ട് അരിച്ചെടുക്കാം. മുകളിന്ന് തട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഒരുവിധം നന്നായിട്ട് മിക്സ് ആയി പോകും. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമ്മളിതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പിടുന്നുണ്ട്. അതുപോലെ തന്നെ കൊക്കോ പൗഡർ ഞാൻ 2 ടേബിൾ സ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, പക്ഷേ ഞാൻ പല രീതിയിൽ ഉണ്ടാക്കി നോക്കിയപ്പോൾ ഇതിടുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ്. അപ്പോൾ അതുകൊണ്ട് ഇതും കൂടി ഞാൻ ആഡ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് നന്നായിട്ടൊരു സ്പാറ്റിൽ കൊണ്ട് മിക്സ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം. അപ്പോൾ നന്നായി മിക്സ് ആയിട്ട് അപ്പോൾ അത് നമുക്ക് ഇനി മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു 250 ഗ്രാം, അതായത് ഒരു ഏകദേശം ഒരു 1.5 കപ്പ് ബട്ടർ വേണം. അത് റൂം ടെമ്പറേച്ചറിൽ ഉള്ളത് തന്നെ എടുക്കണം. അതുപോലെ തന്നെ ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന 1.5 കപ്പ് ബ്രൗൺ ഷുഗറാണ്. ഇതിപ്പോൾ നമ്മുടെ സാധാരണ ഷുഗർ ആയാലും കുഴപ്പമില്ല. നമുക്ക് ഈ ഇങ്ങനെ ഷുഗർ ആകുമ്പോൾ ഈ കളറൊക്കെ ഒന്നുകൂടി കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബ്രൗൺ ഷുഗർ യൂസ് ചെയ്യുന്നത്. ഇതിലേക്ക് ഈ ബട്ടറിൽ കുറേശ്ശെ ഷുഗർ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഹാൻഡ് ബീറ്റർ ആണെങ്കിലും നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോഴാണ് കേക്കിന് സോഫ്റ്റും ഭയങ്കര ടേസ്റ്റും ഉണ്ടാവുക. അപ്പോൾ നമുക്ക് കുറേശ്ശെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മൾ ബട്ടറും ആ ബ്രൗൺ ഷുഗറും കൂടിയിട്ട് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഷുഗർ ഇതിൽ ഇപ്പോഴും മെൽറ്റ് ആയിട്ടില്ല. നമുക്ക് എഗ്ഗ് ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര എഗ്ഗ് എന്നൊന്നും പറയാൻ പറ്റില്ല. ശരിക്കും ഞാനൊരു 4 എഗ്ഗ് എടുത്തു വെച്ചിട്ട് ഞാനിപ്പോൾ ഒരു 3-4 പ്രാവശ്യം അത് ഉണ്ടാക്കി നോക്കിയപ്പോൾ ഏകദേശം ആ ഒരു അളവ് വെച്ചിട്ടാണ് പറയുന്നത്. നമ്മൾ അതിൻ്റെ ഒരു പ്രിൻസിപ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഷുഗർ ഈ എഗ്ഗിൽ മെൽറ്റായി പോകണം. അപ്പോൾ അത്രയും എഗ്ഗ് ആഡ് ചെയ്യാന്നാണ് അതിൻ്റെ ഒരു കണക്ക്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എഗ്ഗ് എടുക്കുമ്പോൾ വലിപ്പമുള്ള എഗ്ഗ് ഉണ്ടാവും, അതുപോലെ ചെറിയതുണ്ട്, വലുതുണ്ട്. അപ്പം അതുകൊണ്ടാണ് അളവ് കറക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റാത്തത്. എഗ്ഗ് നമുക്ക് ഇട്ട് തുടങ്ങാം. ഓരോന്ന് ഇട്ടിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ എഗ്ഗൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ആകെ 3 എഗ്ഗാ വേണ്ടി വന്നുള്ളൂ. ഒരു എഗ്ഗ് ബാക്കിയുണ്ട് കണ്ടോ. അപ്പോൾ എങ്ങനെയാ അത് നോക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഈ ബാറ്റർ എടുത്തിട്ട് ഒന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ തരികളില്ലെങ്കിൽ അത്ര എഗ്ഗ് മതി. എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞു എഗ്ഗിൻ്റെ അളവ് പറഞ്ഞത് അതുകൊണ്ടാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബീറ്റർ മാറ്റി വെക്കാം. ഞാൻ കുറച്ച് നട്ട്സും അതുപോലെ തന്നെ ബദാമും നുറുക്കിയത് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം അത് കേക്കിൽ ഇടുമ്പോൾ താന്നു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ മൈദ നമുക്ക് ഇതിൽ മിക്സ് ചെയ്യണം. അപ്പം ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട്. അത് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കണം. വേണത് റിച്ച് ഫ്രൂട്ട് പ്ലം കേക്ക് ആണല്ലോ, അതിലേക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് വേണം. അപ്പോൾ ഞാൻ ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം, അതായത് ചെറി ഉണ്ട്, മുന്തിരി ഉണ്ട്, അതുപോലെ ഓറഞ്ചിൻ്റെ പീലുണ്ട്, അതുപോലെ എല്ലാ കിട്ടിയ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇതിൽ ഇട്ട് വെച്ചിട്ടുണ്ട്, ആപ്രിക്കോട്ട് ഒക്കെ. അത് ഒരു മാസം മുന്നേ കുറച്ച് റമ്മിൽ ഇട്ട് വെച്ചതാണ്. അപ്പോൾ അത് എന്താ പറയുക, അതിൽ നമ്മൾ നട്ട്സും അതുപോലെ ബദാമൊന്നും ഇടേണ്ട ആവശ്യമില്ല. മറ്റ് ഡ്രൈ ഫ്രൂട്ട്സുകളെല്ലാം വെച്ചാൽ സാധാരണ ഇപ്പം എല്ലാവരും ചെയ്യുന്നുണ്ട്, തലേ ദിവസം ഓറഞ്ച് ജ്യൂസിൽ മുക്കി വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. അതുപോലെ വൈനായാലും കുഴപ്പമില്ല, റെഡ് വൈനിൽ മുക്കി വെച്ചാലും കുഴപ്പമില്ല. പക്ഷെ ഇതിൻ്റെ ഒരു മണം ഉണ്ടല്ലോ. അപ്പം നമുക്ക് തുറന്നു നോക്കാം. ഹായ്, എന്താ സ്മെല്ലെന്നറിയോ? നല്ല നല്ല സ്മെല്ലാണ്. അപ്പം ഇത്രയ്ക്കൊന്നും വേണ്ട. ഇത് 2 കേക്ക് ഉണ്ടാക്കാനുള്ളതുണ്ട്, നമുക്കൊരു കപ്പ് മതി. അപ്പം ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേക സ്വാദാണ് നമ്മുടെ പ്ലം കേക്കിന്. ഈ ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് നമുക്ക് സ്പൈസ് പൗഡർ ആഡ് ചെയ്യണം. അപ്പോൾ 1 ടീസ്പൂൺ സ്പൈസ് പൗഡർ. അതിൽ ഞാൻ മിക്സ് ചെയ്തിരിക്കുന്നത് കറുവാപ്പട്ട 1 കഷ്ണം, അതുപോലെ ക്ലൗസ് കരയാമ്പൂ 3 കരയാമ്പൂ, അതുപോലെ നട്ട്മഗ്, ജാതിക്കേര 1 കഷ്ണം കൂടിയിട്ട് പൊടിച്ച് വെച്ചതാണിത്. അപ്പോൾ ഈക്വൽ ആ ഒരു അളവിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു അളവിൽ പൊടിച്ചു വെച്ച സംഭവമാണ്. അപ്പോൾ അതിൽ നിന്ന് 1 ടീസ്പൂൺ ഞാൻ ഈ ഫ്രൂട്ട്സിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് തേനാണ്. അപ്പം 1 ടീസ്പൂണോ 2 ടീസ്പൂണോ നമ്മുടെ ഇഷ്ടത്തിന് അത് ആഡ് ചെയ്യാം. അപ്പം ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ നമുക്ക് ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ കയ്യിലുള്ളതൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പം ഞാനൊരു 2 ടീസ്പൂണിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം 2 കേക്കിനുള്ളത് ഉണ്ട്. ഓപ്ഷണലാണ് കേട്ടോ. ഇതൊക്കെ ടേസ്റ്റ് കൂട്ടുന്ന സംഭവങ്ങളാണ്. അപ്പോൾ മിക്സഡ് ഫ്രൂട്ട് ജാമാണ്. അത് നമുക്ക് 1 ടീസ്പൂൺ ഇത് ആഡ് ചെയ്യാം. ആഡ് ചെയ്യുന്നത് ബ്ലൂബെറിയുടെ ക്രഷാണ്. അപ്പൊ ഇതുള്ളവർ ആഡ് ചെയ്താൽ മതി. ഇതും ഓപ്ഷണലാണ്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതും മാറ്റി. അപ്പോൾ നമ്മുടെ കേക്കിന്റെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. അപ്പം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന
മൈദയും ബേക്കിംഗ് പൗഡറും കൊക്കോ പൗഡറും എല്ലാം കൂടിയിട്ട് നമുക്ക് കുറേശ്ശെ ഇതിലേക്ക് ഇട്ടിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ കാരമൽ സിറപ്പില്ലേ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അത് കൂളായിട്ടുണ്ട്. അപ്പം അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. നന്നായിട്ട് പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം എല്ലാ ഭാഗത്തും ഈവണായിട്ട് ആ ബ്രൗൺ കളർ ഇങ്ങനെ വരും. നമ്മുടെ കേക്കിന്റെ ബാറ്റർ നന്നായിട്ട് മിക്സ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പം 1 കപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ നട്ട്സും ബദാമും കൂടിയിട്ട് അരിഞ്ഞത് നമ്മളൊരു ടീസ്പൂൺ മൈദയിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിങ്ങനെ ഇടുമ്പോൾ അത് കേക്കിൻ്റെ അടിയിലേക്ക് താന്നു പോവാണ്ട് ഇടയിലായിട്ട് നമുക്ക് കടിക്കാൻ കിട്ടും. അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയി കഴിഞ്ഞു. ഇനി നമ്മൾ അത് ഒരു കേക്ക് ടിന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പോവുക. അപ്പോൾ ഞാനിതേ കേക്ക് ടിന്നിൽ ഇതേ ഒരു പാച്ച്മെൻറ്റ് പേപ്പറൊക്കെ വെച്ച് ഒന്ന് ഓയിലൊക്കെ ഒന്ന് ആക്കി നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓവൻ ചൂടാക്കിയിട്ടുണ്ട്, OTG ചൂടാക്കിയിട്ടുണ്ട്. 180 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുക്കറിൽ അല്ലെങ്കിൽ പോട്ടിലൊക്കെ ആണെങ്കിലും അതേപോലെ തന്നെ നിങ്ങൾ പ്രീ ഹീറ്റ് ചെയ്യുക. 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ട് ഒരു 50 മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ബാറ്റർ നമുക്ക് കേക്ക് ടിന്നിലേക്ക് മാറ്റാം. കേക്കിന്റെ ബാറ്റർ കേക്ക് ടിന്നിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇനി നമുക്ക് അതിന്റെ മുകളിൽ നട്ട്സ് ഒക്കെ വെച്ച് കൊടുക്കാം. മുന്തിരി വെച്ച് കൊടുക്കുക. ഇത് കറുത്ത മുന്തിരി ഉണ്ടെങ്കിൽ കുരുവില്ലാത്ത ഉണ്ടെങ്കിൽ അത് നിങ്ങൾ അതായാലും മതി. ഇപ്പം എനിക്കത് കിട്ടിയില്ല, അപ്പോൾ ഞാൻ ഈ മുന്തിരി തന്നെ വെച്ച് കൊടുക്കണം. അപ്പം നമുക്ക് ഓവനിലേക്ക് കേക്ക് വയ്ക്കാം. ഒരു 50 മിനിറ്റ് ബേക്ക് ചെയ്യാം. അപ്പോൾ ഇടയിൽ നമുക്കൊന്ന് നോക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ബേക്കായി കഴിഞ്ഞിട്ടുണ്ട്. അത് പിന്നത്തെ ദിവസമാണ്, ഞാൻ അത് അങ്ങനെ തന്നെ ഇറക്കി വെച്ചേക്കായിരുന്നു, കൂളാവാൻ വെച്ചേക്കായിരുന്നു. അപ്പോൾ പിന്നത്തെ ദിവസമാണ് ഞാനിപ്പോൾ അത് തുറക്കാൻ പോണത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ സ്ക്യൂർ വെച്ചിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിതൊന്ന്